നല്ല ടേസ്റ്റി ആയിട്ടൊരു എല്ലും കപ്പയും റെസിപ്പി കണ്ടാലോ? അതിനൊരു കുക്കർ വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത് അതിട്ടൊന്ന് വഴട്ടുക. അതിനുശേഷം സവാള, കൊച്ചുള്ളി, ഉപ്പ് ഇതും കൂടി ഇട്ട് നന്നായി വഴട്ടുക. വഴണ്ട് വന്ന സവാളയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ബീഫ് തട്ടി കൊടുക്കാം. എല്ലോട് കൂടിയ ബീഫാണ് നല്ലത്. അതിലേക്ക് നാരങ്ങ നീരും കറിവേപ്പില ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് കുക്കറിൽ അടിച്ചെടുക്കാം. ബീഫ് വേകുന്ന സമയത്ത് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. കപ്പയിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ അടിച്ചെടുക്കാം. ഇനി തേങ്ങ വറുത്തെടുക്കാം. അതിനെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്, തേങ്ങ, കറിവേപ്പില ഇട്ട് ബ്രൗൺ കളർ വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് അതേ പാനിൽ വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കുരുമുളക് പൊടി, കറിമസാലപ്പൊടി, വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ, അതുപോലെ കപ്പയും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. അവസാനമായി അതിലേക്ക് മല്ലിയിലയും സവാളയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം അച്ചാറും കൂട്ടി കഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റി. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.